ഹലോ, ഇന്ന് നമുക്കില്ലേ ഉഴുന്നില്ലാണ്ട് തന്നെ അടിപൊളി ഒരു ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന് വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നിങ്ങൾ ഉഴുന്ന് പോത്താൻ മറന്നു പോയാൽ പേടിക്കണ്ട കേട്ടോ, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉഴുന്ന് വട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കുക കേട്ടോ. വറുത്ത അരിപ്പൊടി വേണം എടുക്കാൻ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു അരിപ്പൊടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഏത് പാത്രമായാലും കുഴപ്പമില്ല, അടികട്ടിയുള്ള ഏത് പാത്രമായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ തീ കത്തിക്കുന്നതിന് മുന്നേ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഇടണം. അപ്പോൾ അതിനായിട്ട് ഇഞ്ചി വേണം, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളകാണ് വേണ്ടത്. ഞാനിപ്പോൾ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, 1 പിടി കറിവേപ്പില ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ബാറ്ററിയിലെല്ലാം എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുപ്പിലോട്ട് കയറ്റാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുറുക്കിയെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലും വെക്കണ്ട, ലോ ഫ്ലെയിമിലും വെക്കണ്ട, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കൈവിടാണ്ട് ഇതിങ്ങനെ ഇളക്കി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഒന്നോടൊന്ന് പറ്റാത്ത രീതിയിൽ നല്ല കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് കുറുകി വരും. നമ്മളെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവം, ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ. ഏകദേശം 5 മിനിറ്റ് 6 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം റെഡി ആവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ ഒരു മാവ് തണുത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഉഴുന്ന് വടക്ക് എന്താണ് ഇടുന്നത് അതെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഏത് ഷേപ്പിലാക്കിയിട്ട് പൊരിക്കണോ ആ ഒരു ഷേപ്പിലാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉഴുന്ന് വടൻ്റെ ഷേപ്പിലാണ് ആക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കാരണം ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവമൊന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് നമ്മൾ കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഡോ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പേടി വേണ്ട. എന്നിട്ട് നമ്മളിത് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് കൈ ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഒരു ഹോൾസും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉഴുന്ന് വടൻ്റെ ഷേപ്പായി. അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. എനിക്കിപ്പോൾ 14 ഉഴുന്ന് വടക്കാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര വലുപ്പമുള്ളത് എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയും ഉണ്ടാവും. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു അളവിൽ 14 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി പണിയൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എന്താണെന്ന് വെച്ചെടുക്കുക. അതിലേക്ക് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഉഴുന്നുവട പൊരിക്കുന്ന പോലെ തന്നെ പൊരിക്കുക കേട്ടോ. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു വടയാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഇന്നൊന്നും പോത്താണ്ട് തന്നെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ബാച്ച് പൊരിച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഉഴുന്ന് വട എനിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇത് പുരക്ക് ട്രൈ ചെയ്യണം കേട്ടോ. മസ്റ്റ് ട്രൈ എന്ന് അറിയാം. പിന്നെ എന്താ വെച്ചാൽ വൈകുന്നേരം വീട്ടിൽ കുട്ടികൾ വരുന്ന സമയത്ത് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം വനൂസ് വേൾഡ്.